യഹോവ നിന്നെ എല്ലാ എപ്പോഴും, 11-ാം വാക്യം, യഹോവ നിന്നെ എല്ലാ എപ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും, ജോലി ഇല്ലെങ്കിലും നീ പട്ടിണി കിടക്കത്തില്ലെന്ന്, റബ്ബർ ടാപ്പിംഗ് ഇല്ലെങ്കിൽ നീ പട്ടിണി കിടക്കത്തില്ലെന്ന്, ബിസിനസ് ഇല്ലെങ്കിൽ നീ പട്ടിണി കിടക്കത്തില്ലെന്ന്. ഒരാമയും പറഞ്ഞാട്ടെ. കിടക്കുവോ? ശുശ്രൂഷ ഇല്ലാതിരുന്നിട്ട് ഉള്ള ആളുകളെക്കാളും ജയോത്സവമായി നടത്തിയൊരു ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ 1 വർഷം ആ ദൈവത്തിന് അത്ഭുതം ഞാൻ കണ്ടതാണ്. ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം. അവൻ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവൻ വരണ്ട നിലത്തിലും അവന് വിശപ്പടക്കും. യഥാർത്ഥ ഉപവാസത്തിന് അനുഗ്രഹമാണ്. നിന്റെ അസ്ഥികളെ അവൻ എന്ത് ചെയ്യും? ബലപ്പെടുത്തും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ, തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിക്കുവാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നുവെന്നും നിനക്ക് പേര് പറയും. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ. വിശുദ്ധ ദിവസം എന്ന് പറഞ്ഞ ഞായറാഴ്ച മാത്രമല്ല. വിശുദ്ധ ദിവസം എന്ന് പറഞ്ഞ ഞായറാഴ്ച മാത്രമല്ല. സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് നമ്മൾ കൂടി വരുന്ന, വിശുദ്ധന്മാർ കൂടി വരുന്ന എല്ലാ ദിവസവും വിശുദ്ധ ദിവസമാണ്. സ്തോത്രം. അപ്പൊ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനീയ യോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകാതെ നിന്റെ കാര്യാദികളെ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. അടുത്തത് എല്ലാവരും വായിച്ചോണേ. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി. ആരാധനയ്ക്ക് വരാതെ, പ്രാർത്ഥനയ്ക്ക് വരാതെ, ഉപവാസ പ്രാർത്ഥന വെച്ച തെക്കും വടക്കും നടന്നിട്ട് പാസ്റ്ററേ വഴി തുറക്കുന്നില്ലെന്ന് എന്നോട് വന്ന് പറയല്ലേ. എന്നോട് വചനം വായിച്ചങ്ങോട്ട്. ശബത്തിനെ നീ ശുദ്ധീകരിച്ചാൽ, വിശുദ്ധ ദിവസത്തെ നിന്റെ കാലുകളെ വിലക്കി ദൈവസന്നിധിയിൽ അവന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറായാൽ ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാ. ഒരാമൻ പറഞ്ഞാട്ടെ. ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. ഇവിടെ കിടന്ന് കറങ്ങാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ദേശത്തിന്റെ ഉന്നതങ്ങളിൽ ദൈവം നിന്നെ വാഹനമേറ്റി ഓടിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ഉന്നത വഴികള് വെളിപ്പെട്ടു വരണമെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ ഉപവാസത്തിലേക്ക് സഭ മടങ്ങി വരണം. സ്തോത്രം. രാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് മുതൽ ഈ 58-ാം അധ്യായം എല്ലാ ദിവസവും നിങ്ങൾ ധ്യാനിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ വായിക്കണം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല വചനത്തിന്റെ അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിൽ എനിക്ക് വേണം, എൻ്റെ തലമുറയ്ക്ക് വേണം, എൻ്റെ കുടുംബത്തിനകത്ത് വേണം, എൻ്റെ ശരീരത്തിനകത്ത് വേണം, എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കത് പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കാം. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. പ്രവാചകനോട് ദൈവം വിളിച്ചു പറയുന്നു, ഉറക്കെ പറയണം, നീ അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ അവന്റെ ശബ്ദം ഉയർത്തണം. ഉറക്കനെ വിളിച്ചു പറ, ഈ ദൂത് ശബ്ദത്തിൽ നീ പറ. കാരണം അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാ, അല്ലേ?
നമ്മൾ ഗൗരവമുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അതിൻ്റെതായ ശബ്ദത്തിലായിരിക്കും എന്ത് ചെയ്യുന്നേ. നിങ്ങളുടെ വീട്ടിൽ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഒരു കള്ളം കയറത്തില്ല, ഞാൻ ഉദാഹരണം പറയുക. 12 മണി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തോ കയറി, നിങ്ങൾ എങ്ങനെ ആയിരിക്കും? നിങ്ങളുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? അയ്യോ നാട്ടുകാരെ എല്ലാവരും ഓടി വരണേ, തോമസ് പിടിച്ചാനാണോ? തോമസ് പിടിച്ച ഒരു കള്ളം കയറിയിട്ടുണ്ട് വീട്ടിലേക്ക്, ഓടി ഇങ്ങോട്ട് പറഞ്ഞേ. ഏതെങ്കിലും തോമസ് പിടിച്ചാൻ വരൂ? പ്രാധാന്യമുള്ള വിഷയത്തിന് ഗൗരവത്തോടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ആ അലർച്ച കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? ഓടി വരും. ഇപ്പൊ റോഡിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ വീണ് കിടക്കുന്ന വ്യക്തി നമ്മളെല്ലാം നോക്കി ഇങ്ങനെ ചിരിച്ച് കാലെല്ലാം മുറിഞ്ഞ് ആകെ ഒടിഞ്ഞു വാരി കിടക്കുക. നമ്മൾ വല്ലതും എടുക്കാൻ നിൽക്കുവോ? ഇല്ല. എന്നാൽ ഒന്നും മുറിഞ്ഞില്ലേലും അവിടെ അയ്യോ ചത്തേ പോയേ, കാലെല്ലാം ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ നമ്മൾ നിന്ന് ആ മനുഷ്യനൊന്ന് എടുത്തു പോക്കാൻ നിൽക്കും. ഇവിടെ പ്രവാചകനോട് ദൈവം പറയുക, നീ എന്ത് ചെയ്യണം? ഉറക്കെ വിളിക്കണം, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി ഈ ദൂത് ജനത്തോട് പറയണം. കാരണം ഇതത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇവരുദ്ദേശിക്കുന്ന ഉപവാസത്തിനകത്ത് എനിക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഇവര് ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴത്തേന് ഷാളും സ്കാർഫും എല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് താഴ്മ കാണിക്കുന്നത് ഉപവാസം ഒന്നാ. എനിക്കതിനകത്തൊന്നും ചലിക്കാൻ പറ്റത്തില്ല. രട്ടിലും വെണ്ണീറിലും ഇരിക്കുന്ന ഉപവാസമാണെന്ന് ഇവര് ചിന്തിക്കുന്നത്. എനിക്കതിനകത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. എന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഉപവാസത്തിലേക്ക് ഇവർ വരാൻ പറ. നീ ഉറക്കെ പറ, നീ ശബ്ദമുയർത്തി പറ, നീ ഗൗരവത്തോടെ പറ. ഇത് ഗൗരവത്തോടെ ദൈവം നിങ്ങളോട് പറയുന്ന ദൈവശബ്ദമാണ്. ഇതുവരെ നിങ്ങളുടെ അകത്ത് ആ വെളിപ്പാട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ആ വെളിപ്പാട് കിട്ടട്ടെ. ഉപവാസം എന്ന് പറയുന്നത് പട്ടിണിയല്ല. എല്ലാവരും പറഞ്ഞാട്ടെ, പട്ടിണിയല്ല. ആഹാരം കളഞ്ഞിരിക്കുക എന്നത് മാത്രമല്ല, ഉപവാസത്തിന്മേൽ വെളിപ്പെട്ടു വരുന്നത് ആഹാരം വെടിഞ്ഞിരിക്കുക എന്നത് ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഉപവാസത്തിനകത്ത് നമുക്ക് ചെയ്യാനുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ആഹാരം വെടിഞ്ഞാൽ മാത്രം പോരാ. ആമേൻ. ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ക്രമീകരിക്കാൻ, ക്ഷമിക്കേണ്ട ഭാഗങ്ങൾ ക്ഷമിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യേണ്ട ഭാഗങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ, അന്യായ ബന്ധനങ്ങളെ ആമേൻ അഴിച്ചു കളയാൻ, ആമേൻ നുകത്തിന്റെ അമിക്കയറുകളെ പൊട്ടിച്ചു കളയാൻ, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കാൻ. ഇതൊക്കെ നിങ്ങളിൽ നടന്നാൽ ഈ 21 നിങ്ങൾ പറയും, ഈ പറയപ്പെട്ട സകല വാഗ്ദത്തങ്ങളും എന്റെ മേലും എന്റെ കുടുംബത്തിനുമേലും എന്റെ തലമുറയുടെ മേലും ദൈവം വെളിപ്പെടുത്തിയെന്ന് നിങ്ങൾ ഉറക്കെ സാക്ഷ്യം പറയും എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ആത്മാവിൽ പറയുകയാണ്. കർത്താവേ, ആ ഒരു നിലയിലേക്ക് എനിക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെന്ന് എത്ര പേരിന്ന് പകൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു നിമിഷം മുഴങ്കാലുകളെ മടക്കിക്കൊണ്ട് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരല്ല, മുട്ടുമേ നിന്നുകൊണ്ട് ഒരു നിമിഷം ഈ നിയോഗം ഏറ്റെടുത്ത് കാമേ ദൈവ സന്നിധിയില് അവ കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, കഴിഞ്ഞ വർഷത്തെ ഉപവാസ പ്രാർത്ഥന പോലെ ആകാൻ അനുവദിക്കല്ലേ. അങ്ങക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു ഉപവാസം. എത്ര പേര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും? നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. കർത്താവ് ഇറങ്ങുന്ന ഒരു ഉപവാസം, യേശു ഇറങ്ങുന്ന ഒരു ഉപവാസം നിന്റെ വീട്ടിനകത്തിറങ്ങും, സഭയ്ക്കകത്തിറങ്ങും, കുടുംബജീവിതത്തിൽ ഇറങ്ങും, തലമുറയിൽ ഇറങ്ങും. പ്രാർത്ഥിച്ച് കർത്താവേ, പുരാതന ശൂന്യങ്ങളെ പണിയുന്ന, തലമുറയായി ഇടിഞ്ഞു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കുന്ന ഒരു ഉപവാസമാക്കി ഈ പ്രാർത്ഥന മാറ്റണമേ. എത്ര പേരിന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട്? ഈ 3 ദൂതുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ മുതൽ തുടങ്ങിക്കോ ആ ശുശ്രൂഷ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അന്യായ ബന്ധനങ്ങൾ. Remove the chain that wrongly tie people up. അന്യായമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുറുകപ്പെട്ട
ബന്ധങ്ങളിലൂടെ ഉയർന്ന ബന്ധനങ്ങൾ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ അങ്ങനെ ഏതെങ്കിലും വിഷയങ്ങൾ പൊങ്ങി വരുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. നിനക്കൊരു ഭർത്താവുണ്ട്, നിനക്കൊരു ഭാര്യയുണ്ട്, നിനക്കൊരു കുടുംബജീവിതമുണ്ട്. അതിനപ്പുറമായി പിശാച് വെറുതെ സമയപ്പോക്കിന് വലിയ വിഷയമൊന്നുമില്ലെങ്കിൽ പോലും സ്തോത്രം, ഏതെങ്കിലും അന്യായ ബന്ധങ്ങൾ. കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അതിനപ്പുറമായി ഏതെങ്കിലും അന്യായ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് അഴിഞ്ഞു മാറണം. നിങ്ങളത് വലിച്ചു പൊട്ടിക്കണം. അതിനെ നിങ്ങൾ കട്ട് ചെയ്യണം. ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്തതിനെ കട്ട് ചെയ്യണം നിങ്ങൾ. 2, മുഖത്തിന്റെ അമിക്കയറുകൾ അഴിയണം. നിങ്ങൾ എന്തിനാ അഡിക്റ്റ് ആയിരിക്കുന്നത്? കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ, നിങ്ങൾ എന്തിനാ അഡിക്റ്റ് ആയിരിക്കുന്നത്? അതില്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല. മൊബൈലായിരിക്കാം, ഗെയിം ആയിരിക്കാം, ഇന്റർനെറ്റ് ആയിരിക്കാം, അതില്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ ഏത് തലത്തിലാ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കുരുങ്ങപ്പെട്ട് കിടക്കുന്നത്? ഇന്ന് പകൽ ആ അമിക്കയറുകൾ അഴിയണം. നിങ്ങളെ പീഡിപ്പിച്ച, നിങ്ങൾക്ക് നേരെ അപവാദം പറഞ്ഞ, നിങ്ങളെ ഒതുക്കാൻ നിന്ന പീഡിതരെ നിങ്ങൾ ഫ്രീ ആക്കുക. അവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കുക. അവർ പറഞ്ഞത് നിങ്ങൾ മറക്കുക. അവർ ചെയ്തത് നിങ്ങൾ മറക്കുക. അവരോട് നിങ്ങൾ മനഃപൂർവ്വമായി, അത് അമ്മയാകട്ടെ, അപ്പനാകട്ടെ, സഹോദരങ്ങളാകട്ടെ, അയൽക്കാരാകട്ടെ, രക്തബന്ധമാകട്ടെ, ആരുമാകട്ടെ, നീ അവരെ ഫ്രീ ആക്കുക. ഭയങ്കര വിടുതൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇങ്ങനൊരു ഉപവാസം ദൈവം കൊതിക്കുന്നു. ഇങ്ങനൊരു ഫാസ്റ്റിംഗ് ആണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ഫാസ്റ്റിംഗ് നിനക്ക് കാഴ്ചവെക്കാൻ പറ്റിയാൽ നീ ആഗ്രഹിക്കുന്ന പലതിലും ദൈവം തന്റെ കയ്യെ ചലിപ്പിക്കും. നീ ആഗ്രഹിക്കുന്ന പലതിലും ദൈവം തന്നെ കരത്തെ ചലിപ്പിക്കും. നിന്റെ പ്രാർത്ഥന വെറുതെയായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. മറുപടിയുമായി സ്വർഗം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും.